ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇത് ഒക്ടോബർ മാസം, പരിശുദ്ധ ജപമാല മാസം, പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന പ്രത്യേക മാസം. ഈ ഒക്ടോബറിൽ തന്നെ 20-ൽ പരം തിരുനാളുകളാണ് പരിശുദ്ധ അമ്മയുടെ വണക്കത്തിനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്നത്. ഒക്ടോബർ 7 പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം, ഒക്ടോബർ 8 നല്ല പരിഹാരങ്ങളുടെ അമ്മയുടെ തിരുനാൾ ദിനം, ഒക്ടോബർ 13 ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിനം തുടങ്ങിയവ ഈ തിരുനാളുകളിൽ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. ആഗോള പരിശുദ്ധ ത്രിത്വസഭയ്ക്ക് തങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയായി നിയമിക്കപ്പെടുന്നത് നല്ല പരിഹാരങ്ങളുടെ അമ്മയാണ്. ഈ നല്ല പരിഹാരങ്ങളുടെ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നല്ല പരിഹാരങ്ങളുടെ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നെത്തുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ഒരു വൈദികന്റെ വാക്കുകളാണ്. എൻ്റെ നല്ല പരിഹാരങ്ങളുടെ അമ്മ എനിക്ക് ഇത് കൊണ്ടുതരും. പുതിയ ദേവാലയ നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ പണം സംഭരിക്കുന്നതിനിടയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ വൈദികൻ പറയുകയാണ്, എൻ്റെ നല്ല പരിഹാരങ്ങളുടെ അമ്മ എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൂടെ വരും. അന്നു മുതൽ 14 മാസങ്ങൾക്കുള്ളിൽ ആ പുതിയ ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം നടത്തുവാനായിട്ട് നല്ല പരിഹാരങ്ങളുടെ അമ്മ ആ അച്ഛന് തുണയായി. പരിശുദ്ധ ത്രിത്വ ആശ്രമ ദേവാലയങ്ങളിൽ ഈ നല്ല പരിഹാരങ്ങളുടെ അമ്മയുടെ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കൈയിൽ പുഞ്ചിരിക്കുന്ന ഉണ്ണീശോയും മറുകൈയിൽ നാണയത്തുട്ടുകളടങ്ങിയ ഒരു ചെറു സഞ്ചിയും. പരിശുദ്ധ ത്രിത്വസഭയുടെ സ്ഥാപകനായ വിശുദ്ധ ജോൺ ഡെ മാത്തായും കൂട്ടരും അടിമകളെ വിമോചിപ്പിക്കുവാനായി പുറപ്പെടുമ്പോൾ അടിമകൾക്ക് പകരം വയ്ക്കുവാനായി കൊണ്ടുപോയിരുന്ന തുണിസഞ്ചികളിൽ പണം തികയാതെ വന്നപ്പോൾ നിറക്കണ്ണുകളോടെ കാനായിലെ കല്യാണ വിരുന്നിൽ നിറസാന്നിധ്യമായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണമേ. അന്ന് വിശുദ്ധ ജോൺ ഡെ മാത്തായുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ആ നല്ല പരിഹാരങ്ങളുടെ, നല്ല പ്രതിവിധിയുടെ പണസഞ്ചിയുമായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ നല്ല പരിഹാരങ്ങളുടെ അമ്മയാണ് പരിശുദ്ധ ത്രിത്വസഭയിൽ ഇന്നും വണങ്ങപ്പെടുന്നത്. ഒരു കൈയിൽ നിത്യസനാതന പരിഹാരമായ ലോകരക്ഷകൻ, മറുകൈയിൽ ജീവിതത്തിൽ വറ്റിപ്പോയ കൽഭരണികളുടെ പരിഹാരങ്ങൾക്ക് പ്രതിവിധികളുമായി അമ്മ സ്വന്തം മക്കൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. നല്ല പരിഹാരങ്ങളുടെ അമ്മ പരിശുദ്ധ ത്രിത്വ ദൈവത്തിന്റെ വാഗ്ദത്ത പേടകവും സംപൂജ്യ പാത്രവുമാണ്. നല്ല പ്രതിവിധികൾക്കായി, നല്ല പരിഹാരങ്ങൾക്കായി നമുക്കും ഈ അമ്മയെ മുറുകെ പിടിക്കാം. സ്നേഹിത, നിന്റെ കണ്ണുനീരിന് ഉത്തരം ഈ അമ്മ നിനക്ക് തരും. പരിശുദ്ധ ദൈവപിതാവിന്റെ വത്സല മകളും പരിശുദ്ധ ദൈവപുത്രന്റെ അമ്മയും പരിശുദ്ധാത്മ ദൈവത്തിന്റെ മണവാട്ടിയും പരിശുദ്ധ ത്രിത്വ ദൈവത്തിന്റെ സംപൂജ്യ പാത്രവുമായ നല്ല പരിഹാരങ്ങളുടെ അമ്മേ, നിനക്ക് സ്വസ്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നല്ല പരിഹാരങ്ങളുടെ മാതാവിനോടുള്ള പ്രത്യേക നൊവേന.
സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയമേ, ഞാൻ അങ്ങയെ വണങ്ങുന്നു. അങ്ങ് പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രിയും ഈശോയുടെ പ്രിയ അമ്മയും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും വിശിഷ്യ പരിശുദ്ധ ദൈവത്തിന്റെ വിശുദ്ധ പേടകവുമാകുന്നല്ലോ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. നല്ല പരിഹാരം കൊണ്ട് അമ്മയും ദിവ്യരക്ഷയുടെ മാതാവുമായ പരിശുദ്ധ കന്യാമറിയമേ, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായവും മാതൃസംരക്ഷണവും നൽകുന്ന അങ്ങിൽ ശരണം വെച്ച് ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്ന പ്രത്യേക നിയോഗം നല്ല പരിഹാരം കൊണ്ട് അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനാ നിയോഗം ഈ നിമിഷം മാതാവിന്റെ മാതൃസംരക്ഷണത്തിൽ സമർപ്പിക്കാം. പ്രത്യേക നിയോഗം സാധിച്ചു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിലെ ആകുലതകളും നൊമ്പരങ്ങളെയും പരിഹാരം അറിയുന്ന അമ്മേ, കഷ്ടതയിൽ ആശ്വാസവും ദാരിദ്ര്യത്തിൽ സഹായവും രോഗത്തിൽ സൗഖ്യവും അമ്മയുടെ സ്നേഹം ഞങ്ങളെ ത്രിത്വ ദൈവത്തിലേക്ക് നയിക്കുമാറാകണമേ. അവിടെ ശക്തിയേറിയ മാധ്യസ്ഥത്തിൽ സഹായം വെച്ച് ഇന്ന് ഞാൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഈ ഒരു വലിയ വേദനയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ആ ഒരു മാതൃസഹായത്തില് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ വലിയൊരു വേദനയെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. ഈ അനുഗ്രഹങ്ങളൊക്കെയും സാധിക്കുന്നതിനായി എന്നെ തന്നെ അവിടുത്തെ കരങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷിക്കുകയും മുറിവേറ്ററിയുന്ന ഈ ലോകത്തിന്റെ അസ്വസ്ഥതകളിലും എന്റെ ക്രൈസ്തവ ജീവിത സാക്ഷ്യം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നല്ല പരിഹാരം കൊണ്ട് അമ്മേ, അവിടുത്തെ മാതൃസഹായം എപ്പോഴും എന്നിൽ പിതാമത്തിന് പരിശുദ്ധാത്മാവുമായ ത്രിദൈവത്തിലുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും ആഴപ്പെടുവാനുള്ള കൃപ ചെയ്യുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണവും വിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ മാതൃസഹായവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.